നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ലോകത്തെ ഫസ്റ്റത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്നുള്ളത്. 72,22,062 രൂപയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ബിറ്റ് കോയിന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. കറൻ്റ്ലി മാർക്കറ്റിൽ 25,000 ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസിയാണ് ഉള്ളത്. ഇതിൽ തന്നെ അപ്രോക്സിമേറ്റ്ലി 40 ക്രിപ്റ്റോ കറൻസിയിൽ $1 ബില്യൺ മേലെയാണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. നിങ്ങൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഡിപ്പെൻഡ് ചെയ്തിരിക്കുക നിങ്ങൾ ആരോടാണ് അത് ചോദിക്കുന്നത് എന്നതിനെ തീരുമാനിച്ചിട്ടായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്രിപ്റ്റോ കറൻസി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റെവല്യൂഷനൈസിങ് ടെക്നോളജി ആണോ, അതല്ല ഹ്യൂമൻ ഹിസ്റ്ററിയിലുള്ള ഏറ്റവും വലിയ സ്കാം ആണോ എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായതും ആൻട്രപ്രണേഴ്സും സെലിബ്രിറ്റീസും ഇതിനു പുറമെ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു NFT. നിങ്ങളിപ്പം കാണുന്ന ഈ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്തത് ഡിജിറ്റൽ ആർട്ടിസ്റ്റായ മൈക്കിൾ ജോസഫ് വിങ്കിൾമൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ഓൾസോ നോൺ ആസ് ബീപ്പിൾ. 25 ഫെബ്രുവരി 2021 ഈ ഒരു ആർട്ട് ഓൺലൈനിൽ ഓപ്ഷന് വെക്കുകയും $100 ബിഡിങ്ങിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ബിഡിങ് അവസാനിക്കുമ്പോഴേക്കും ഈ ഒരു ആർട്ട് $69.3 മില്യൺ സെല്ല് ചെയ്യപ്പെട്ടത്, മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സെയിൽ ഇൻ ഡിജിറ്റൽ ഹിസ്റ്ററി. ഇതിനുശേഷമാണ് NFT എന്ന് പറഞ്ഞ വേർഡ് സാധാരണക്കാരുടെ ഇടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതിനുശേഷം ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, ആൻട്രപ്രണേഴ്സ് ഇവരെല്ലാവരും അവരുടെ സ്വന്തം പേരിലുള്ള NFTs ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇനീഷ്യൽ സ്റ്റേജസിൽ സ്വന്തമായിട്ടുള്ള NFTs ലോഞ്ച് ചെയ്തവരൊക്കെ $മില്യൺസ് ആണ് അവരുടെ NFT സെല്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. ഈ NFT എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആർട്ടല്ല, ഡിജിറ്റലായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് മാത്രമാണ്. NFTനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം NFT എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. NFT അഥവാ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഫിസിക്കലി ലോകത്തുണ്ടാകുന്ന ഒരു ആർട്ടിന് പകരം ഡിജിറ്റലി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിനാണ് NFT എന്ന് പറയുന്നത്. ഓരോ NFTക്കും യുണീക്കായിട്ടുള്ള കോഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഓണർ ആരാണെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ആർട്ട് സെല്ല് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് NFTസും സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ട്വിറ്ററിൻ്റെ കോഫൗണ്ടറായ ജാക്ക് ഡോസി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ NFT സെല്ല് ചെയ്തത് $2.9 മില്യൺ ആയിരുന്നു. ഇതിനുശേഷം NFTൻ്റെ ഒരു ട്രെൻഡ് വരികയും ഇൻ്റർനെറ്റിലുള്ള ഒട്ടുമിക്ക മീംസ് വരെ NFTs ആക്കിയിട്ട് സെല്ല് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഷോ ഓഫ് ചെയ്യുന്നത് പോലെ ഞാനും ഒരു NFT വാങ്ങി എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് NFT പർച്ചേസ് ചെയ്ത് അധികം പേരും അവരുടെ ട്വിറ്ററിൻ്റെ പ്രൊഫൈൽ പിക്ചർ അവർ പർച്ചേസ് ചെയ്ത് NFT ആക്കിയിട്ട് വെക്കാൻ തുടങ്ങി. ഇതൊരു ഫേമസ് ആയിട്ടുള്ള NFT ആണ്. ഈ NFTൻ്റെ പേരാണ് ബോർഡ് ഏപ്പ്. ലക്ഷങ്ങൾ കൊടുത്തത് സെലിബ്രിറ്റീസായ എമിനമും, സ്നൂപ്പ് ഡോഗ്, DJ ഖാലിദ് ഇങ്ങനത്തെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഒക്കെ തന്നെ ഈ ബോർഡ് ഏപ്പിൻ്റെ NFT പർച്ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. NFT ടെക്നോളജിനെ കുറിച്ചിട്ട് അറിയാത്ത എല്ലാവരും തന്നെ NFT-യിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. NFT ഒരു റെവല്യൂഷനൈസിങ് ആയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. NFT നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു അധിക പേരുടെയും ചിന്താഗതി. $69.3 മില്യൺ കൊടുത്തിട്ട് ബീപ്പിളുടെ ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്തത് വെറും ക്യാഷ് യൂസ് ചെയ്തിട്ട് അല്ലായിരുന്നു, ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്തത്. മെറ്റോകോവൺ എന്ന് പറഞ്ഞ ഒരു സൂഡോനെയിം യൂസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ബീപ്പിളുടെ ഈ ഒരു ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്തത്. ഇയാളുടെ പേരായിരുന്നു വിഘ്നേഷ് സുന്ദരേശൻ. ബീപ്പിളുടെ ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വിഘ്നേഷും ബീപ്പിളും തമ്മിൽ ഒരു വർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ബീപ്പിളുടെ ഈ ഒരു ആർട്ട് ഇത്ര വലിയൊരു എമൗണ്ടിൽ സെല്ല് ചെയ്തുകൊണ്ട് തന്നെ ഇത് ന്യൂസിൽ ഒരു ചർച്ചാ വിഷയമായി. ഇതിനുശേഷമാണ് ഒരു സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് എന്താണ് NFT എന്നുള്ള കഥ പുറത്തേക്ക് വരുന്നത്. ഇതിനുശേഷം NFTൻ്റെ രീതിയിൽ ഇഷ്ടംപോലെ സ്കാംസും ഇൻ്റർനെറ്റിൽ വരാൻ തുടങ്ങി. NFT-യിലേക്ക് വന്ന ഒട്ടുമിക്ക പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഒന്ന് മാത്രമായിരുന്നു, NFT യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ലക്ഷങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു ഇവരുടെ മെൻറ്റാലിറ്റി. പക്ഷേ ഇത് മനസ്സിലാക്കിയ കുറച്ച് ക്രിറ്റിക്സ് പറഞ്ഞു NFT എന്ന് പറയുന്നത് വേൾഡിലത്തെ ബിഗ്ഗസ്റ്റ് സ്കാമാണെന്നുള്ളത്. സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും അറിഞ്ഞോ അറിയാതെയോ ഇവർ ഈ സ്കാമിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത്. ഞാനീ പറയാൻ പോകുന്ന NFT എന്ന് പറയുന്നത് ഒരു വലിയൊരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമായിരുന്നു. എവിടെ നിന്നാണ് ഈ ക്രിപ്റ്റോ കറൻസി സ്റ്റാർട്ട് ചെയ്തത്? 2008 വന്ന USA മാർക്കറ്റ് ക്രാഷിന് ശേഷം
ഏറ്റവും വലിയ റെസഷനായിരുന്നു USA വന്നത്. ഈ ഒരു ടൈമിലാണ് സ്വന്തമായിട്ടുള്ള തൻ്റെ ഇന്നോവേഷന് സതോഷി നാക്കമോട്ടോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ലോഞ്ച് ചെയ്യുന്നത്. ഇതായിരുന്നു ലോകത്തിലെ ഫസ്റ്റത്തെ ക്രിപ്റ്റോ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസിൻ്റെ പേരാണ് ബിറ്റ്കോയിൻ. സതോഷി നാക്കമോട്ടോ എന്ന് പറയുന്നത് ഇയാളുടെ ഒറിജിനൽ പേരല്ല. ഇതുവരെ ഇത് ആരാണ് എന്നുള്ളത് പുറത്തു വന്നിട്ടുമില്ല. സതോഷി ബിറ്റ്കോയിൻ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ എയിം ഒന്ന് മാത്രമായിരുന്നു. ഇത് വേൾഡിൽ എല്ലാവരും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ കറൻസി ആക്കണം. ഇതിനു പുറമെ ഈ ഒരു ഡിജിറ്റൽ കറൻസി ആരും തന്നെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ജനുവരി 3, 2009 സതോഷി നാക്കമോട്ടോ അദ്ദേഹത്തിൻ്റെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിന് ലോഞ്ച് ചെയ്തു. ഈ ബിറ്റ്കോയിന് കുറേ പേരെ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗവൺമെൻറ്, ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് നമ്മുടെ പൈസ കൊടുത്തിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നു ഇനീഷ്യൽ സ്റ്റേജസിൽ ബിറ്റ്കോയിന് അഡോപ്റ്റ് ചെയ്തത്. ബിറ്റ്കോയിന് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ എയിം വളരെ സിമ്പിളായിരുന്നു. മാക്സിമം ആൾക്കാരെ കൊണ്ട് ബിറ്റ്കോയിന് അഡോപ്റ്റ് ചെയ്യിപ്പിക്കുക, അഥവാ അവരുടെ ഡെയിലി യൂസിന് കറൻസി എന്നുള്ള രീതിയിൽ ബിറ്റ്കോയിന് പ്രൊമോട്ട് ചെയ്യാമെന്നായിരുന്നു. ഇനീഷ്യൽ സ്റ്റേജസിൽ സതോഷി തൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നത് ഒരു ഫോറം യൂസ് ചെയ്തിട്ടായിരുന്നു. ഈ ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കാലം കഴിയുമ്പം ഡോളർ യൂസ് ചെയ്യുന്നതിന് പകരം ഒട്ടുമിക്ക ആൾക്കാരും ബിറ്റ്കോയിൻ യൂസ് ചെയ്തിട്ടായിരിക്കും ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താമെന്നുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് ഇനീഷ്യൽ സ്റ്റേജസിൽ ബിറ്റ്കോയിന് പർച്ചേസ് ചെയ്തവരൊക്കെ ഇത് ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇതിനു പുറമെ ഇത് പിന്നീട് അറിഞ്ഞു വരുന്നവർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പം ബിറ്റ്കോയിൻ്റെ പ്രൈസസ് ഓട്ടോമാറ്റിക്കലി കൂടാൻ തുടങ്ങി. ഇങ്ങനെ കുറേ പേര് ഈ ക്രിപ്റ്റോ കറൻസി റവല്യൂഷനെ കുറിച്ചിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പം ഇവർ ബിറ്റ്കോയിന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ആൾക്കാർ ബിറ്റ്കോയിനിലേക്ക് വരുമ്പം ബിറ്റ്കോയിന് പർച്ചേസ് ചെയ്യാനുള്ള പ്രൈസ് കൂടാനും തുടങ്ങി. അങ്ങനെയാണ് സിലിക്കോൺ വാലി എൻ്റർപ്രനേഴ്സായ വിങ്കിൾവോക്സ് എന്ന് പറഞ്ഞ ബ്രദേഴ്സ് ഈ ബിറ്റ്കോയിനെ കുറിച്ചിട്ട് അറിയുന്നത്. വിങ്കിൾവോക്സ് ആരാണെന്ന് നിങ്ങൾക്കറിയാം? മാർക്ക് സക്കർബർഗിന് ഫേസ്ബുക്കിൻ്റെ ഐഡിയ കൊടുത്ത ട്വിൻ ബ്രദേഴ്സാണ് ഇവർ. മാർക്ക് സക്കർബർഗിൻ്റെ നിന്നും ഇവർ സെറ്റിൽമെൻറ്റ് ചെയ്ത $65 മില്യൺ യൂസ് ചെയ്തിട്ട് ആ ടൈമിൽ മാർക്കറ്റിലുള്ള 1% ബിറ്റ്കോയിന് ഇവർ പർച്ചേസ് ചെയ്തു. 2013 ഇവർ ബിറ്റ്കോയിന് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ബിറ്റ്കോയിൻ്റെ ഫസ്റ്റത്തെ എയിം അവിടെ നഷ്ടപ്പെട്ടു. ലോകത്തെ സപ്ലൈ സൈഡ് എടുത്തു നോക്കുകയാണെങ്കിൽ വെറും 21 മില്യൺ ബിറ്റ്കോയിന് മാത്രമേ ലോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ ലോകത്തെ എല്ലാവർക്കും ബിറ്റ്കോയിന് യൂസ് ചെയ്യുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബിറ്റ്കോയിന് സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ബിറ്റ്കോയിന് 7 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു വിസ കാർഡ് എടുത്തു നോക്കുകയാണെങ്കിൽ 1500 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. മാസ്റ്റർ കാർഡ് എടുത്തു നോക്കുകയാണെങ്കിൽ 5000 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡിൽ മാസ്റ്റർ കാർഡിൽ ചെയ്യാൻ പറ്റും. ബിറ്റ്കോയിൻ്റെ എയിം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയോ ഈ ബിറ്റ്കോയിന് കൺട്രോൾ ചെയ്തത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സതോഷി നാക്കാമോട്ടോ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ബിറ്റ്കോയിനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൂഫ് ഓഫ് വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ റിയൽ ലൈഫ് പ്രോബ്ലംസ് ആൽഗോരിതംസ് വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോഡിന് ബിറ്റ്കോയിൻസ് കിട്ടും. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന കമ്പ്യൂട്ടർ കൂടുതൽ പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യും. അപ്പോൾ അവർക്ക് കൂടുതൽ ബിറ്റ്കോയിന് കിട്ടും. ഇതിനാണ് മൈനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. കൂടുതൽ കമ്പ്യൂട്ടർ പവറും അല്ലെങ്കിൽ കൂടുതൽ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് സെയിം തന്നെയാണ്. ലോകത്തിലുള്ള ഒട്ടുമിക്ക ബിറ്റ്കോയിനും ഇപ്പം മൈൻ ചെയ്യുന്നത് മൈനിങ് ഫാം യൂസ് ചെയ്തിട്ടാണ്. ഈ മൈനിങ് ഫാം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എനർജി കൺസപ്ഷനും ഇതിനു പുറമെ GPUസിൻ്റെയും ആവശ്യം വരുന്നുണ്ട്. ബിറ്റ്കോയിൻ ഒരു ഫെയിൽഡ് കറൻസി ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ബിറ്റ്കോയിൻ യൂസ് ചെയ്തിട്ട് ഇല്ലീഗലായിട്ടുള്ള പ്രൊഡക്റ്റും വെപ്പൺസും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് വെബ് യൂസ് ചെയ്തിട്ടായിരുന്നു ബിറ്റ്കോയിൻ യൂസ് ചെയ്തത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഫെയിൽഡ് പ്രൊജക്റ്റ് ആണെങ്കിലും എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസസ് മേലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും പോകുന്നത്? സി ദ തിങ് ഇസ് ദാറ്റ് നമ്മളിപ്പം പർച്ചേസ് ചെയ്യുന്ന ഒട്ടുമിക്ക ബിറ്റ്കോയിൻ ആയാലും ക്രിപ്റ്റോ കറൻസി ആയാലും നമ്മൾ വാങ്ങുന്നത് ഒരു എക്സ്ചേഞ്ച് ത്രൂ ആണ്. ബിറ്റ്കോയിന് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയോ അതിൻ്റെ മേലെ ഹോൾഡ് ചെയ്യരുത് എന്നുള്ള കാര്യം അവിടെ തന്നെ നഷ്ടപ്പെട്ടു. നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി ഒരു എക്സ്ചേഞ്ച് ത്രൂ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്ചേഞ്ച് ഗവൺമെൻറ് ബോഡീസ് റെഗുലേറ്റഡ് ആണ്. 2014 സതോഷി നാക്കാമോട്ടോ അദ്ദേഹം സംസാരിച്ചിരുന്ന ഫോമിൽ നിന്നുമൊക്കെ അപ്രത്യക്ഷനായി. ഇതുവരെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. ബേണി മാഡോഫ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി USA ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ഫണ്ട് റൺ ചെയ്യുന്ന ആളായിരുന്നു. കുറേ വർഷങ്ങളോളം ആരും കൊടുക്കാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് ആണ് ഇയാളുടെ ഫേമിൽ നിന്നും അയാളുടെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിരുന്നത്.
പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇയാളുടെ സീനിയർ എംപ്ലോയീസിനോട് പറയാണ്, ഞാൻ ഇത്രയും കാലം നടത്തിയിരുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ അല്ലായിരുന്നു, വെറും ഒരു പോൺജി സ്കീമായിരുന്നു. ഇതിനുശേഷം ബേണി മേഡോഫിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏകദേശം 17 വർഷമാണ് ഈ ഒരു പോൺജി സ്കീം ബേണി മേഡോഫ് നടത്തിയത്. ഇതിനു പുറമെ $64.8 ബില്യൺ പോൺജി സ്കീമായിരുന്നു ഇത്. ഇയാൾ എങ്ങനെയാണ് ഈ പോൺജി സ്കീം റൺ ചെയ്തിരുന്നത് നിങ്ങൾക്കറിയോ? ഒരു ഇൻവെസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ഫേമിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് വരുന്ന റിട്ടേൺസ് കൊടുത്തിരുന്നത് പുതിയൊരു ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടായിരുന്നു. ഇതൊരു പിരമിഡ് പോൺജി സ്കീമായിരുന്നു. പിരമിഡ് പോൺജി സ്കീമിൻ്റെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരെ ചേർത്തുമ്പോൾ കൂടുതൽ ഇൻസെൻറ്റീവാണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഇതിലൊരു ലോക്ക് ഉണ്ട്. അറ്റ്ലാസ്റ്റ് നിങ്ങൾക്ക് ചേർത്താൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അങ്ങനെ ഈ പോൺജി സ്കീം ബ്രേക്ക് ആവും. ഇയാളെ ഈ പോൺജി സ്കീമിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് 2021 ഇയാൾ മരണപ്പെട്ടു. ബിറ്റ്കോയിനോ അല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ 2 വാക്കുകളാണ് കേൾക്കുക. ഒന്ന്, ഇത് റെവല്യൂഷണറിയാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഇപ്പം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. വൺസ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് കൂടുതൽ പൈസക്ക് നമുക്ക് വിൽക്കാൻ പറ്റുമെന്നാണ് ഇവരെല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരാൾ ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യണമെന്നാണ് ഇയാൾ വിചാരിക്കുക. ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ഈ ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളും ചിന്തിക്കുന്നത്. സോ ബിറ്റ്കോയിനിലോ അല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോ കറൻസിയിലോ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാരെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ പ്രൈസസിന് ബിറ്റ്കോയിനോ അല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോ കറൻസീസൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ബേണി മേഡോഫിൻ്റെ പോൺജി സ്കീം ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് പുറമേക്ക് വന്നത്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസിൻ്റെത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പോൺജി സ്കീമാണ്. അഥവാ പുതിയ ആൾക്കാരും അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലേക്കും ഈ ഒരു ക്രിപ്റ്റോ കറൻസി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുത്താൻ പറ്റുള്ളൂ. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ പ്രൈസസിന് ഈ ക്രിപ്റ്റോ കറൻസി നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുക. ബിറ്റ്കോയിൻ ഇതിനൊരു ഫസ്റ്റ് പാർട്ട് മാത്രമേ. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുക.